വിനോദസഞ്ചാര കേന്ദ്രമായ ഭൂതത്താൻകെട്ടിൽ വ്യവസായ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള 8 ഏക്കറോളം സ്ഥലം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കാടുമൂടിക്കിടക്കുന്നു. കെട്ടിടങ്ങളും നശിക്കുകയാണ്. ടൂറിസം മേഖലയിലുൾപ്പെടെ വികസന പദ്ധതികൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന കണ്ണായ സ്ഥലമാണിത്. ഇപ്പോൾ കാട്ടുപന്നികളുടെയും ഇഴജന്തുക്കളുടെയും ആവാസ കേന്ദ്രമാണ് ഇവിടം. വെള്ളൂരിലെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കമ്പനിയുടെ ആവശ്യങ്ങൾക്കായി സ്വകാര്യ വ്യക്തികളിൽ നിന്നും വാങ്ങിയ 8 ഏക്കറോളം സ്ഥലമാണ് ഭൂതത്താൻകെട്ടിലുള്ളത്. HNL കമ്പനി സമീപകാലത്ത് സംസ്ഥാന സർക്കാർ വാങ്ങി. ഇതോടെയാണ് ഈ സ്ഥലം വ്യവസായ വകുപ്പിന്റെ അധീനതയിലായത്. എന്നാൽ പിന്നീട് അധികാരികൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാടുമൂടി വനം പോലെയായി ഇവിടം മാറി. ഇഴജന്തുക്കളും കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളും ഇവിടെ ആവാസ കേന്ദ്രവുമാക്കി. കെട്ടിടങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇരുമ്പു സാധനങ്ങൾ ഉൾപ്പെടെ വിലപിടിപ്പുള്ളവയെല്ലാം ആളുകൾ കടത്തിക്കൊണ്ടുപോയി. നാട്ടുകാർക്ക് ദുരിതമായി ഈ സ്ഥലം മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പന്നിയും പ്ലാവും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ. പിന്നെ കേട്ടാണ്ട് ആൾക്കാർ അപ്പുറമുള്ളവർ നോക്കണ കാരണം ഇങ്ങോട്ട് കയറിയില്ല. എന്നാലും പന്നിയൊക്കെ കയറി നടന്ന് ഉള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് ആകപ്പാടെ നശിച്ച് നാരായണക്കാലിൽ ഓടിയിട്ട് പരിസരത്ത് താമസിക്കുന്നവർക്ക് യാതൊരു കൃഷിയും ചെയ്യാൻ പറ്റില്ല. അവർ ഒരു നിവൃത്തിയില്ലാണ്ട് വിറ്റച്ച് പോകണവരുണ്ട്. ഇത് ഇങ്ങനെ ആൾക്കാർ ഇതിൻ്റെ അകത്തോടെ ഇഷ്ടം പോലെ കയറി ഇറങ്ങിയും കയ്യേറി സ്ഥലമായിട്ട് കയ്യേറില്ലാന്നുള്ളൂ. ബാക്കിയൊക്കെ എല്ലാവരും വിനോദസഞ്ചാര കേന്ദ്രമായ ഭൂതത്താൻകെട്ടിന്റെ പ്രവേശന കവാടത്തിലുള്ള ഈ സ്ഥലം വിവിധ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും. ടൂറിസം പദ്ധതികൾക്ക് വലിയ സാധ്യതയാണുള്ളത്. പെരിയാർ തടാകത്തിന്റെ സാമീപ്യമാണ് ഏറെ അനുകൂലമായ ഘടകം. ഇരുവശത്തും റോഡ് സൗകര്യവുമുണ്ട്. ഫലപ്രദമായി വിനിയോഗിച്ചാൽ ഭൂതത്താൻകെട്ടിന്റെ മുഖച്ഛായ മാറ്റാൻ കഴിയുമെന്നതിൽ സംശയമില്ല. ടൂറിസം മേഖലയൊക്കെ വരാൻ വളരെ വളരെ സൗകര്യമുള്ള സ്ഥലമൊക്കെ. അതിപ്പോൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ആരും ഇതിന് ഒന്നും കാര്യമായിട്ട് കണക്കിലെടുക്കണില്ല. ഇത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോയെങ്കിൽ എല്ലാവർക്കും ഭൂതത്താൻകെട്ട് മേഖലയ്ക്ക് തന്നെ നല്ലൊരു വികസനത്തിൻ്റെ ഇതുള്ളതാണ്. പക്ഷേ അതിങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതാണ് ഇപ്പം ഇനി ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇവിടെ വികസനത്തിൻ്റെ ഒരു ഇതിലേക്ക് വരുള്ളൂ. ടൂറിസ്റ്റിന് വളരെ സൗകര്യമുള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ ചുറ്റും വെള്ളവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇത് വനം പോലെ ആയി കിടക്കുകയാണ്. ന്യൂസ് പ്രിന്റ് കമ്പനിയിൽ പൾപ്പ് നിർമ്മിക്കുന്നതിനാവശ്യമായ യൂക്കാലി, മാഞ്ചിയം, അക്കേഷ്യ എന്നിവ വളർത്താൻ കോട്ടപ്പാറ പ്ലാന്റേഷൻ HNL പാട്ടത്തിനെടുത്തിരുന്നു. ഇവിടേക്ക് ആവശ്യമായ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന നഴ്സറിക്കായാണ് ഭൂതത്താൻകെട്ടിലെ സ്ഥലം ഉപയോഗിച്ചിരുന്നത്. അതോടൊപ്പം കമ്പനിയുടെ ഓഫീസും പ്രവർത്തിച്ചിരുന്നു. തൈ ഉൽപാദനം നിർത്തിയതോടെയാണ് ഇവിടെ കാടുകയറിയത്. GTV ന്യൂസ്, ഭൂതത്താൻകെട്ട്.